വളരെ 1995 അവിടെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ചെറുപ്പത്തിൽ തൊട്ടിട്ട് വളരെ വളരെ ചെറുതായ തൊട്ടിട്ട് അവർക്കൊരു ഒരുപാട് അംബിഷനുള്ള കുട്ടിയാണ്. അവർ വളരെ ചെറുപ്പം ഒന്നെങ്കിൽ ഒരു വയസ്സ് പോലും ആവാത്ത തൊട്ടിലെ ഭയങ്കര വലിയ വലിയ അംബിഷൻസ് ഉള്ളത്. അഭിമാനമുണ്ട് ഒരുപാട് കാര്യത്തിൽ. പിന്നെ അവളുടെ ചില ക്യാരക്ടറിസ്റ്റിക് പറയുകയാണെങ്കിൽ അവള് ഫ്രണ്ട്സ്, റിലേറ്റീവ്സ് ഇവർക്ക് വേണ്ടി അവൾ ജീവൻ വേണം. അത് ഞാൻ അങ്ങനെയാണ് കൂടുതൽ കളിക്കുന്നത്. വീട്ടുകാരെ പറ്റി അത്രയ്ക്ക് ഇതില്ലെങ്കിലും ഫ്രണ്ട്സും അവളുടെ പിന്നെ റിലേറ്റീവ്സ്, പിന്നെ അവളുടെ ഇൻ ലോസ് അവർക്ക് ഇവർക്കൊക്കെ വേണ്ടി നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ നല്ല രീതിയിൽ അവൾ എന്ത് വേണമെങ്കിലും ചെയ്ത് കൊടുക്കാൻ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ കറങ്ങാൻ കുറേ ഉള്ള കുട്ടിയാണ്. പിന്നെ കുറേ പഠിക്കാനും പിന്നെ കുറേ എന്താ പറയുക ഹാർഡ് വർക്ക് ഞാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇപ്പം എന്തായാലും ഇത്രയും വലുതായി പെട്ടെന്ന് കണ്ടിട്ടില്ല. എന്തായാലും ഈ ഇതിൻ്റെ ഇടയിൽ പെട്ടെന്ന് തന്നെ ഒരു പയ്യൻ അലയൻസ് ക്ലിയറായി. അപ്പോൾ അതിപ്പോൾ ഇവിടെ വിവാഹ നിശ്ചയത്തിൽ നല്ല രീതിയിൽ എല്ലാവരും സഹകരിച്ചു. നല്ല രീതിയിൽ നടക്കുന്നതാണ്. കല്യാണം അതുപോലെ നടക്കും. അവർ ചിലപ്പോൾ ഈ നാട് വിട്ടിട്ട് ഇന്ത്യ വിട്ടിട്ട് പുറത്ത് പോയി സെറ്റിലാവാൻ സാധ്യതയില്ല. നല്ലൊരു പയ്യനാണ്. പ്രത്യേകിച്ച് ഇത്രയൊക്കെ പറയാനുള്ളൂ. നല്ല കുട്ടികളെ നല്ല ഭാവിയുണ്ട്, നന്നായിരിക്കട്ടെ, എല്ലാവരുടെയും അനുഗ്രഹം ഉണ്ടാവും.
ഇവരുടെ കൂടെ സ്കൂളിൽ പഠിച്ചാണ്. ഞങ്ങളുടെ ഒരു ഗ്യാങ് ഉണ്ട്, അതിൽ മോണിക്കൻ ചാൻഡലർ ആണെന്ന് വേണമെങ്കിൽ പറയാം. ഒരു കോൺസ്റ്റന്റ് ആണ്, അതായത് 10 വർഷമായിട്ട് അറിയാവുന്നതാണ്. ആൻഡ് അവർ ഒരുപാട് രണ്ടുപേരും പേഴ്സണലി ഗ്രോ ചെയ്യുന്നതും ചേഞ്ച് ചെയ്യുന്നതും കണ്ടിട്ടുണ്ട്. പക്ഷെ അപ്പോഴും എല്ലാം അവരുടെ ഇടയിൽ ഒരിക്കലും പോവാത്തൊരു കെമിസ്ട്രി, അത് ഭയങ്കര സ്പെഷ്യലാണ്. അപ്പോൾ ഭയങ്കര ഒരുപാട് സന്തോഷമുണ്ട് ഇപ്പോൾ ഈ ഒരു സ്റ്റേജിൽ എത്തിയിട്ട് നിൽക്കുന്ന കാണുമ്പോൾ, രണ്ടുപേരും ഒരുമിച്ച് കാണുമ്പോൾ. ആൻഡ് എന്താ പറയുക, ഒരു മോഡൽ റിലേഷൻഷിപ്പാണ് പലർക്കും. അവര് അടുത്തറിയാവുന്നവർക്ക് അറിയാം, ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള, വളരെ എന്താ പറയുക പെർഫെക്റ്റ്, ഓൾമോസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറയാൻ പറ്റുന്നൊരു റിലേഷൻഷിപ്പാണ് അവരുടെ ഉള്ളത്. അപ്പോൾ എല്ലാ വിഷസും ഉണ്ട് ഞങ്ങളുടെ എല്ലാവരുടെയും അടുത്തുനിന്ന്. ദീപ്തി നമ്മളൊരു 10 years നമുക്ക് നമ്മുടെ ഫ്രണ്ട്സ് ആണ്. ലൈക്ക് എൻ്റെ വൺ ഓഫ് ദി ബെസ്റ്റ് ഫ്രണ്ട് ആണ് ദീപ്തി ആക്ച്വലി. അപ്പോൾ നമ്മള് എന്ത് കാര്യങ്ങള്, ഞാൻ കൂടുതലായി അവളെയൊക്കെ കേൾക്കുന്നതിനേക്കാളും ഞാനാണ് അവളുടെ അടുത്ത് കുറെ പറയാറ്. എൻ്റെ എല്ലാ കാര്യങ്ങളും പറയാവുന്ന ഒരു പേഴ്സണൽ സ്പേസ് ആണ് ആക്ച്വലി ദീപ്തി. പിന്നെ റിലേഷൻഷിപ്പിനെ കുറിച്ച് എനിക്ക് കൂടുതൽ പറയാൻ അറിയില്ല. എനിക്കറിയാം. അതെ, പിന്നെ എന്താ എനിക്ക് കൂടുതലായിട്ടൊക്കെ പറയാനൊന്നുമില്ല. പിന്നെ ഞാൻ ദീപ്തിയുടെ മാരേജിന് വെയിറ്റിംഗ് ആണ്. അത്രേ ഉള്ളൂ. The same as I was, I'm falling right back into your arms, losing myself in you. All my mistakes are crawling right back into my mind. ടെക്നിക്കലി ഞാനത് ചെയ്തത്, എന്നിട്ട് ഞാൻ അതിന് ബാക്കൗട്ട് ചെയ്തു നൈസായിട്ട്. ഐ വാസ് ജസ്റ്റ് കിഡിങ് എന്ന് പറഞ്ഞിട്ട്. പിന്നൊരു കുറച്ച് മാസം കഴിഞ്ഞിട്ട് അവൻ ആക്ച്വലി പ്രപ്പോസ് ചെയ്തു. എങ്ങനെയായിരുന്നു പ്രപ്പോസൽ? എങ്ങനെയായിരുന്നു? മുംബൈയിൽ ഞാൻ ഇവിടെയായിരുന്നു. അപ്പൊ കോഴിക്കോട് തന്നെ പ്രപ്പോസലൊക്കെ. ആൻഡ് സിൻസ് ദെൻ ലോങ് ഡിസ്റ്റൻസ് 10 years. 10 years ലോങ് ഡിസ്റ്റൻസ് ആണ്. അടുത്തിരുന്നിട്ടേ ഇല്ല. വർഷത്തിലെപ്പോഴും ഒരിക്കൽ വന്നാൽ ഇങ്ങനെ കാണാൻ പറ്റിയ കാണാം. ഭയങ്കര ഫെമിനിസ്റ്റ് ആണ്. ഫെമിനിസ്റ്റ് വെച്ച് വൃത്തിയായിട്ട രീതിയിലല്ല, ഈക്വാലിറ്റി ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ആൻഡ് അതിന് ഞാൻ ഫെമിനിസ്റ്റ് തന്നെ വിളിക്കാൻ ഇഷ്ടപ്പെടുന്നത്. ആൻഡ് ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് കണ്ടൊരു മെയിൽ ഫെമിനിസ്റ്റ് അവനാണ്. ഗേൾസിനെ അല്ലെങ്കിൽ വിമനെ ഇത്രമാത്രം റെസ്പെക്ട് ചെയ്യണ, അതായത് ഞാൻ വരുന്ന ഭയങ്കര ഓർത്തഡോക്സ് ഫാമിലിയിൽ നിന്നാണ്. അപ്പൊ ആ ഒരു രീതിയിൽ നോക്കുമ്പോൾ ഇങ്ങനെ ഒരാളെ ഞാൻ ആദ്യമായിട്ട് ജീവിതത്തിൽ കണ്ടത്. ഗേൾസിന് ഈക്വൽ റെസ്പെക്ട് കൊടുക്കണത് ഒരു നോർമൽ തിങ് ആണെന്ന് എനിക്ക് തോന്നിപ്പിച്ചതേ അവനാണ്. ഞാനതൊരു ഫൈറ്റാണ്, റെവല്യൂഷനാണെന്ന് വിചാരിച്ചിരിക്കുമ്പോൾ അവനത് ഇത്ര ഈസി ആക്കും. പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് അവന് ദേഷ്യം വരില്ല. അതുകൊണ്ട് നമുക്ക് എത്ര വേണമെങ്കിലും ദേഷ്യപ്പെടാം, അവൻ ദേഷ്യപ്പെടില്ല തിരിച്ച്. അതൊക്കെ ഉണ്ട്. പക്ഷേ ഗിഫ്റ്റ്സ് ആയിട്ട് ഞാൻ വെച്ചൊരു എൻ്റെ ക്ലോസ് എന്തായിരുന്നു വെച്ചാൽ, ജോലി കിട്ടണവരെ ആരും തമ്മിൽ ഗിഫ്റ്റ്സ് കൊടുക്കരുത്. പേരൻസിൻ്റെ കാശ് വെച്ചിട്ടുള്ള ഗിഫ്റ്റിംഗ് വേണ്ട. അപ്പോൾ അവന് ജോലി കിട്ടിയ ആദ്യം അവൻ റിസർച്ച് തന്നെയാണല്ലോ. അപ്പോൾ അവൻ ഗിഫ്റ്റ്സൊക്കെ തരും. അറിയില്ല, ഞങ്ങൾ അതാണ് ലോങ് ഡിസ്റ്റൻസിലാണ്. ഇനി വേണം ക്രിയേറ്റ് ചെയ്യാൻ തോന്നുന്നു മെമ്മറീസ്. ഇല്ല, ഒരിക്കലും ഉണ്ടായിരുന്നില്ല. ഓൾസോ അമ്മയച്ഛനോട് ഞാൻ നേരത്തെ പറയണം വിചാരിച്ചു, അച്ഛനോട് പറഞ്ഞു. ബട്ട് അച്ഛൻ വിചാരിച്ചു അതൊരു ഇൻഫാക്ച്വേഷൻ ആയിരിക്കും പറഞ്ഞിട്ട് അതിനെ പിന്നെ ഒന്നും മൈൻഡേ ചെയ്തിട്ടില്ല. അത് ഇത്രയും ലോങ് പോയത് കൊണ്ട് ഇൻഫാക്ച്വേഷൻ അല്ലാതെ വിശ്വസിക്കാം. പിന്നെ ഫാമിലി, അവൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ നമ്മൾ വളരെ സെയിം ആയതുകൊണ്ട് ഫാമിലി വലിയ രീതിയിൽ റെസ്ട്രിക്ഷൻ തരുന്നൊന്നും എനിക്ക് തോന്നിയില്ല. ബട്ട് എല്ലാവരും നോർമലി ആക്സെപ്റ്റ് ചെയ്തു. ഭയങ്കര നോർമലായി നടക്കുന്നില്ല. അതിനൊരു ഫീലിംഗ് ഇല്ല. ബിക്കോസ് ഞങ്ങൾ ഒരേ ഫ്രണ്ട്സ് ഗ്യാങ് ആയതുകൊണ്ട് ഞങ്ങൾ പൊതുവെ എങ്ങനെയൊക്കെ കറങ്ങു വരുന്നു. പക്ഷെ എന്നാലും വീട്ടിൽ തുണയൊക്കെ പറഞ്ഞിട്ടേ കറങ്ങാൻ പറ്റുള്ളൂ. അപ്പൊ കുറച്ച് സത്യം പറഞ്ഞ് കറങ്ങാം. പക്ഷെ അവൻ പോവല്ലേ 12 ഇനി പാരപ്പം കറങ്ങാൻ ഇനി അവൻ വെയിറ്റല്ലേ വരും. അത് ഇനീഷ്യലി ഞങ്ങൾ ഫ്രണ്ട്സായി, പിന്നെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു. ആ സമയത്ത് തന്നെ കുറച്ച് അങ്ങോട്ടും കുറച്ച് ടീസിങ് ഒക്കെ ഉണ്ടായിരുന്നു, ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞിട്ട്.
അത് കുറച്ച് വെറുതെ കളിയാക്കി ഇങ്ങനെ പറയുമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ മുംബൈ പോയിട്ട് എനിക്കിപ്പോഴും ഓർമ്മയില്ല, ഞങ്ങളുടെ ഒരു ചെറിയൊരു റൂമാണ്, ഞങ്ങൾ 3 പേര് നിന്ന ഒരു റൂമാണ് മുംബൈയിൽ. അപ്പോൾ ആ സമയത്ത് ഒരു ദിവസം നല്ല ലേറ്റായി, എല്ലാ ദിവസം ലേറ്റായിട്ട് കിടക്കാറ്. അപ്പോൾ ആക്ച്വലി എൻ്റെ ഒരു ഫ്രണ്ട് എന്നോട് ചോദിച്ചു, നിങ്ങൾ റിലേഷൻഷിപ്പിലുള്ള പോലെ തന്നെയാണല്ലോ നിങ്ങളുടെ ബിഹേവിയർ, അപ്പോൾ എന്താണ് നിങ്ങൾ റിലേഷൻഷിപ്പ് അല്ലാത്തതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ഒരു ഫ്രണ്ട് സായി. അപ്പോൾ ഞാൻ തിരിച്ച് വീട്ടിൽ പോയിട്ട് രാത്രി ഞങ്ങളിങ്ങനെ ഫേസ്ബുക്ക് മെസ്സഞ്ചർ ആയിരുന്നു ആ സമയത്ത് ഫുൾ ടൈം. അപ്പോൾ ആ സമയത്ത് മെസ്സഞ്ചറിലാണ് ഞാൻ ഇങ്ങനെ ചോദിക്കുന്നത്, നേരിട്ടൂരല്ല. അവസാനം മെസ്സഞ്ചറിൽ ചോദിച്ചു കഴിഞ്ഞിട്ട് അവള് യെസ് പറഞ്ഞിട്ട് പിന്നെ ഞാൻ കോൾ ചെയ്തു. അതായത് ആ മൊമെന്റ് പിന്നെ കുറച്ചുകൂടെ ഒന്ന് പേഴ്സണൽ ആക്കാന്ന് പറഞ്ഞ് പിന്നെ കോൾ ചെയ്തു. മെസ്സഞ്ചർ വഴിയാണ് അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തത്. മറക്കാൻ പറ്റാത്ത ഗിഫ്റ്റ്സ് ഒബ്വിയസ്ലി ഉണ്ട് കുറെ. അവൾക്ക് സ്റ്റേഷനറീസ് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഓരോ ടൈപ്പ് സ്റ്റേഷനറീസ് ഒക്കെയാണ്, എസ്പെഷ്യലി ഡയറി എഴുതാൻ ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഏതൊക്കെ ഡിഫറെൻറ്റ് ടൈപ്പ് വെറൈറ്റി ഡയറി, നല്ല ഡിസൈൻ ഡയറി അതിനെ കണ്ടു കഴിഞ്ഞാൽ വാങ്ങും. അതാണ് മെയിനായിട്ട്. പിന്നെ ഇടയ്ക്ക് ഞാൻ സ്വയം എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാൻ ശ്രമിക്കും, പക്ഷെ അത്ര സക്സസ്ഫുൾ ആവാറില്ല. എന്നാലും അത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇന്നലെ അല്ലെങ്കിൽ ഇന്ന് ശരിക്കും കാറിൽ ഇങ്ങോട്ട് വരുന്നവരെ അതെന്നെ ഹിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഞാനിങ്ങനെ ഓക്കെ എൻഗേജ്മെന്റ് നടക്കാൻ പോകുന്നു ആ രീതിയിൽ ചെയ്യുന്നത്. നമ്മൾ റീൽസൊക്കെ കാണുമല്ലോ, ഇങ്ങനെ പെണ്ണിനെ കാണുന്നു, കരച്ചിൽ വരുന്നു, അങ്ങനെ റീൽസ് കാണുമല്ലോ. ആ ഒരു മൊമെന്റ് എനിക്ക് ഇവിടെ എത്തിയപ്പോഴല്ല ഉണ്ടായത്, ഞാൻ കാറിൽ ഇരിക്കുമ്പോഴുണ്ടായത്. കാറിൽ ഞാൻ ഇങ്ങനെ വന്നോണ്ടിരിക്കുകയാണ്, അച്ഛൻ ഡ്രൈവ് ചെയ്തോണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിച്ചു, ഓ ആക്ച്വലി നടക്കാൻ പോകുന്ന എൻഗേജ്മെന്റ് എന്നുള്ളൊരു സാധനം ഹിറ്റ് ചെയ്യുന്ന അപ്പോഴാണ്. അതിനിവിടെ വന്നു, കുറെ പേരെ കണ്ടു, ടെൻഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല, എന്നാലും നല്ല എക്സൈറ്റ്മെന്റ് ആയിരുന്നു. ഇനി ആ കുറച്ച് മാസം കൂടെ വെയിറ്റ് ചെയ്യണം, മെയിലാണ്. അപ്പോൾ എല്ലാം മുട്ടിച്ചൂടെ അവന്റെ കൈ വിറക്കിണ്ട് കേട്ടോ.